ജോർദാൻ മാക്സ് സഖ്യത്തിനാണ് മെൻസ് ഡബിൾസ് കിട്ടിയത്. 23 24 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി 2024 ഫ്രഞ്ച് ഓപ്പൺ. ഹായ് ഓൾ, എല്ലാവർക്കും എന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ സ്പോർട്സിലെ ഇമ്പോർട്ടന്റ് ഇവന്റ് ആയിട്ടുള്ള ഗ്രാൻഡ് സ്ലാം ആണ്. 2024 ഗ്രാൻഡ് സ്ലാം മത്സരങ്ങള് ആര് വിജയിച്ചു അതാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലാസ്സിലൂടെ ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 നേടിയത് ആരാണ്? ജാനിക് സിന്നർ ആണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ 2024 നേടിയത് ജാനിക് സിന്നർ ആണ്, ഇറ്റലിക്കാരനാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസ് ആണ് ജാനിക് സിന്നറിന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ വുമൻസ് സിംഗിൾസ് ആർക്കാണ് കിട്ടിയത്? ആര്യാന സെബലങ്കയ്ക്കാണ് കിട്ടിയത്. ബെലാറസുകാരിയാണ് കേട്ടോ. അപ്പൊ എന്താണ് ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് സിംഗിൾസ് ആർക്ക് കിട്ടി? ജാനിക് സിന്നറിന് കിട്ടി, ഇറ്റലിക്കാരനാണ്. ഇനി ഓസ്ട്രേലിയൻ ഓപ്പൺ വുമൻ സിംഗിൾസ് ആർക്ക് കിട്ടി? ആര്യാന സെബലങ്കയ്ക്ക് കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ 2024 ഓസ്ട്രേലിയൻ ഓപ്പൺ ഡബിൾസ് ആർക്കാണ്? മെൻസ് ഡബിൾസ് കിട്ടിയത് റോഹൻ ബൊപ്പണ്ണ, മാത്യു എബ്ഡൻ സഖ്യത്തിനാണ് കിട്ടിയത് കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ ഇന്ത്യക്കാരനായത് കൊണ്ട് നമുക്ക് അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതൊന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. അപ്പൊ എന്താണ് 2024 നമ്മൾ പറഞ്ഞു. ഈ 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ ആണെങ്കിലും ഫ്രഞ്ച് ഓപ്പൺ ആണെങ്കിലും US ഓപ്പൺ ആണെങ്കിലും കിട്ടിയത് ആർക്കാണ്? മെൻ സിംഗിൾസ്. അത് നൊവാക് ജോക്കോവിച്ചിനാണ് കേട്ടോ. നൊവാക് ജോക്കോവിച്ചിനാണ് ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ 2023 മെൻ സിംഗിൾസ് കിട്ടിയത്. അപ്പൊ അതിൽ ഒരെണ്ണം ഉണ്ടല്ലോ, വിംബിൾട്ടൺ. അത് ആർക്കാ കിട്ടിയത്? അത് കാർലോസ് അൽക്കാരസിനാണ് കിട്ടിയത് കേട്ടോ. അപ്പൊ എന്താണ് 2023 ഓസ്ട്രേലിയൻ ഓപ്പൺ മെൻസ് കിട്ടിയത് ആർക്കാണ്? സെർബിയക്കാരനായിട്ടുള്ള നൊവാക് ജോക്കോവിച്ചിനാണ്. ഓക്കെ, ഇനി 2023 ആണെങ്കിലും 24 ആണെങ്കിലും ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയത് ആര്യാന സെബലങ്കയ്ക്കാണ് കേട്ടോ. ആര്യാന സെബലങ്കയ്ക്കാണ്. ഓക്കെ അല്ലേ? 2023 ഡബിൾസ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും നോക്കി വെച്ചേക്കാം. ലൂസിയ സ്റ്റെഫാനിയും റാഫേൽ മാത്തോസിനുമാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ 2023 24 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഫ്രഞ്ച് ഓപ്പൺ നോക്കാം. 2024 ഫ്രഞ്ച് ഓപ്പൺ. ഓക്കെ, 2024 ഫ്രഞ്ച് ഓപ്പൺ മെൻസ് സിംഗിൾസ് ആർക്കാ കിട്ടിയത്? കാർലോസ് അൽക്കാരസിനാണ് കിട്ടിയത് കേട്ടോ. കാർലോസ് അൽക്കാരസിനാണ് കിട്ടിയത്. വുമൺ സിംഗിൾസ് ആർക്കാ കിട്ടിയത്? ഇഗ സ്വേട്ടക്കിനാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ 2023 മെൻസ് സിംഗിൾസ് ആർക്കാണ്? നൊവാക് ജോക്കോവിച്ചിനാണ്. നമ്മൾ പറഞ്ഞു വിംബിൾട്ടൺ ഒഴികെ ബാക്കി മെൻസ് സിംഗിൾസ് എല്ലാം 2023 കിട്ടിയത് നൊവാക് ജോക്കോവിച്ചിനാണ്. ഓക്കെ, ഇനി 2024 ഫ്രഞ്ച് ഓപ്പൺ മെൻ സിംഗിൾസ് കാർലോസ് അൽക്കാരസിനാണ് കിട്ടിയത്. ഓക്കെ, ഇനി 2023 24 ഫ്രഞ്ച് ഓപ്പൺ ആർക്കാ കിട്ടിയത്? ആർക്കാണ് വുമൺ സിംഗിൾസ് കിട്ടിയത്? ഇഗ സ്വേട്ടക്കാണ്, പോളണ്ട് സ്വദേശിയാണ് കേട്ടോ. ഇനി ഡബിൾസ് 2024 ഫ്രഞ്ച് ഓപ്പൺ ഡബിൾസ് കിട്ടിയത് മാർസെല്ലോ അറേവലോയ്ക്കും മാറ്റെ പവിക്കും ചേർന്നിട്ടാണ്, അവരുടെ സഖ്യത്തിനാണ് കിട്ടിയത് മെൻ സിംഗിൾസ് കേട്ടോ. മെൻ സിംഗിൾസ്. ഇനി വുമൻസ് ഡബിൾസ് നമ്മുടെ 2024 ഫ്രഞ്ച് ഓപ്പൺ 2024 ഫ്രഞ്ച് ഓപ്പൺ ഡബിൾസ് വുമൺ ഡബിൾസ് കിട്ടിയത് ആർക്കാണ്? കാതറീന സിറിയക്കോവ സഖ്യത്തിനാണ്. ജസ്റ്റ് അത് അറിഞ്ഞു വെച്ചേക്കാം. ഡബിൾസ് വലിയ ഇമ്പോർട്ടന്റ് അല്ല, ജസ്റ്റ് അതൊന്ന് ഓർത്തു വെച്ചിരുന്നാൽ മതി കേട്ടോ, ഒന്ന് അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. അടുത്ത നമുക്ക് വിംബിൾട്ടൺ ആണ് നോക്കാൻ പോകുന്നത്. വിംബിൾട്ടൺ നമ്മൾ പറഞ്ഞു 2023 വിംബിൾട്ടൺ മെൻ സിംഗിൾസ് കിട്ടിയത് കാർലോസ് അൽക്കാരസിനാണ് അല്ലെ. കാർലോസ് അൽക്കാരസിനാണ്, സ്പെയിൻകാരനാണ്. ഓക്കെ, എന്നാൽ 2024 വിംബിൾട്ടൺ ആർക്കാ കിട്ടിയത്? അതും കാർലോസിനാണ്. അപ്പൊ 2023 24 വിംബിൾട്ടൺ കിട്ടിയത് ആർക്കാണ്? കാർലോസ് അൽക്കാരസിനാണ് കേട്ടോ. കാർലോസ് അൽക്കാരസിനാണ്. ഇനി വുമൺ സിംഗിൾസ് വിംബിൾട്ടൺ വുമൺ സിംഗിൾസ് 2023 മർക്കേറ്റ വോൺഡ്രസോവയ്ക്കും 2024 ബാർബറ ക്രെജിക്കോവയ്ക്കുമാണ് കിട്ടിയത് കേട്ടോ. അപ്പൊ വിംബിൾട്ടൺ വുമൺ സിംഗിൾസ് 2023 മർക്കേറ്റ വോൺഡ്രസോവ, 2024 ആർക്കാണ്? ബാർബറ ക്രെജിക്കോവ. ഓക്കെ, ഇനി നമ്മുടെ ഡബിൾസ് മെൻസ് ആർക്കാ കിട്ടിയത്? വിംബിൾട്ടൺ ഡബിൾസ് മെൻസ് കിട്ടിയത് ഹെൻറി പാറ്റൺ, ഹാരി ഹെലിയോവറ സഖ്യം. ഹെൻറി ഹാരി സഖ്യം എന്ന് പഠിച്ചു വെച്ചാൽ ഹെൻറി ഹാരി സഖ്യത്തിനാണ് ഡബിൾസ് മെൻസിന്റെ ഡബിൾസ് കിട്ടിയത്. ഇനി ഫീമെയിൽ ഡബിൾസ് അല്ലെങ്കിൽ വുമൺ ഡബിൾസ് കിട്ടിയത് ആർക്കാണ്? അത് കാതറീന ടെയ്ലർ സഖ്യത്തിനാണ്. കാതറീന സിറിയക്കോവ
ടെയ്ലർ സഖ്യത്തിനാണ് എന്ത് കിട്ടിയത്? വിംബിൾട്ടൺ ഡബിൾസ് ഫീമെയിൽ കിട്ടിയത്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് യുഎസ് ഓപ്പൺ ഇതാണ് റീസെന്റ് നടന്നത്. യുഎസ് ഓപ്പൺ ഏറ്റവും ലാസ്റ്റ് നടക്കുന്നതാണ്. മെൻസ് സിംഗിൾസ് 2023 കിട്ടിയത് നൊവാക് ജോക്കോവിച്ച് ആണ്. 2024 ആർക്ക് കിട്ടി? ജാനിക് സിന്നറിന് കിട്ടി കേട്ടോ, ജാനിക് സിന്നർ. വുമൺ സിംഗിൾസ് ആർക്ക് കിട്ടി? 2023 കൊക്കോ ഗൗഫ് ആണ്. 2024 ആര്യാന സെബലങ്കയാണ്. ആരാണ്? ആര്യാന സെബലങ്ക കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും കണക്ട് ആയോ? 2-3 സ്ലൈഡ് മുന്നേ നോക്കേടാ, ജാനിക് സിന്നറും ആര്യാന സെബലങ്ക ഏതാണ്? ഓസ്ട്രേലിയൻ ഓപ്പൺ. ഇപ്പൊ നമ്മൾ പഠിച്ച യുഎസ് ഓപ്പൺ ജാനിക് സിന്നറും ആര്യാന സെബലങ്ക. അപ്പൊ ഓസ്ട്രേലിയൻ ഓപ്പണും എന്താണ് യുഎസ് ഓപ്പണും കിട്ടിയത് ആർക്കാണ്? സെയിം ആളുകൾക്കാണ്. മെൻസ് വുമൺ സിംഗിൾസ് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. അതുപോലെ ഡബിൾസ്, മെൻസ് ഡബിൾസ് ജോർദാനും മാക്സിനും ആണ് കിട്ടിയത്. ജോർദാൻ മാക്സ് സഖ്യത്തിനാണ് മെൻസ് ഡബിൾസ് കിട്ടിയത്. ഏതാണ്? യുഎസ് ഓപ്പൺ. ഇനി ഫീമെയിൽ ഡബിൾസ് ആർക്കാണ്? ജലീന ലുത്മില സഖ്യം. ജലീന ലുത്മില സഖ്യത്തിനാണ് ഫീമെയിൽ ഡബിൾസ് യുഎസ് ഓപ്പൺ കിട്ടിയത് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു ഫാക്ടിന്, ഈ യുഎസ് ഓപ്പണിന് ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഇപ്പൊ എന്തായാലും ഈ സ്ലൈഡ് പോകുന്നതിനൊക്കെ പോകാം കേട്ടോ. ഇതില് ഈ പറയുന്ന നമ്മളിപ്പോ പഠിച്ച 2024 വിജയികൾ ആരൊക്കെയാണ്? മെൻസ് വിജയിച്ചത് ആരാണ്? ഒന്ന് ജാനിക് സിന്നറിനെ നമ്മൾ പഠിച്ചു. പിന്നെന്താണ്? കാർലോസ് അൽക്കാരസിനെ പഠിച്ചു. വീണ്ടും കാർലോസ് അൽക്കാരസ്, ജാനിക് സിന്നർ. അപ്പൊ ജാനിക് സിന്നറും കാർലോസ് അൽക്കാരസും മാത്രമല്ലേ ഉള്ളൂ. ഇവർക്കൊരു പ്രത്യേകതയുണ്ട്. 2000 ശേഷം ജനിച്ചവരാണ് ഇവർ രണ്ടുപേരും കേട്ടോ. 2000 ശേഷം ജനിച്ചവരാണ്. ജാനിക് സിന്നർ ആണെങ്കിലും കാർലോസ് അൽക്കാരസ് ആണെങ്കിലും. അപ്പൊ മെൻസ് ഗ്രാൻഡ് സ്ലാം സിംഗിൾസ് കിട്ടിയ ജാനിക് സിന്നറും കാർലോസ് അൽക്കാരസും 2000 ശേഷം ജനിച്ചവരാണ്. ഓക്കെ, ഇനി നമ്മുടെ നൊവാക് ജോക്കോവിച്ച് 2023 എന്തൊക്കെ കിട്ടിയിരുന്നു? നമ്മുടെ ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിരുന്നു. പിന്നെന്താണ്? ഫ്രഞ്ച് ഓപ്പൺ കിട്ടിയിരുന്നു. പിന്നെന്താണ്? യുഎസ് ഓപ്പണും കിട്ടിയിരുന്നു അല്ലെ? ഇത് 3ഉം കിട്ടിയിരുന്നു. ഇതിന്റെ കൂടെ എന്താണ്? നൊവാക് ജോക്കോവിച്ച് ഇപ്പോഴത്തെ നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ എന്താണ്? ടെന്നീസിൽ ഗോൾഡ് നേടി കേട്ടോ. അങ്ങനെ എന്താണ്? ടെന്നീസിൽ ആദ്യ ഒളിമ്പിക് സ്വർണം, കരിയർ ഗോൾഡ് സ്ലം തികച്ചു. എന്താണ്? നമ്മുടെ നൊവാക് ജോക്കോവിച്ചിന് പാരീസ് ഒളിമ്പിക്സോട് കൂടി എന്താണ്? ഗോൾഡൻ സ്ലം തികച്ചു. ഗോൾഡൻ സ്ലം എന്താ? എല്ലാ ഗ്രാൻഡ് സ്ലമും കിട്ടി. അതായത് വിംബിൾട്ടണ്, എന്താണ്, ഓസ്ട്രേലിയ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾട്ടൺ, യുഎസ് ഓപ്പൺ, ഇതിലെല്ലാം ഗോൾഡ് നേടുകയും ഒപ്പം ഒളിമ്പിക്സിൽ ഒരു ഗോൾഡ് കൂടെ കിട്ടുവാണെങ്കിലാണ് അവിടെ ഗോൾഡൻ സ്ലം എന്ന് പറയുന്നത്. അത് ആർക്ക് കിട്ടി? നൊവാക് ജോക്കോവിച്ചിന് പാരീസ് ഒളിമ്പിക്സോട് കൂടെ കിട്ടി കേട്ടോ. അതൊന്ന് അറിഞ്ഞു വെച്ചേക്കണേ. അതുപോലെ തന്നെ ഈ ഗോൾഡൻ സ്ലം കിട്ടുന്ന 5ാമത്തെ വ്യക്തിയാണ് കേട്ടോ. 5ാമത്തെ വ്യക്തിയാണ് നമ്മുടെ നൊവാക് ജോക്കോവിച്ച്. ഗോൾഡൻ സ്ലം കിട്ടുന്ന 5ാമത്തെ വ്യക്തിയാണ്. പേഴ്സൺ ഹൂ വിൻസ് ആൾ 4 ഗ്രാൻഡ് സ്ലംസ് ആൻഡ് ഒളിമ്പിക്സ് ഗോൾഡ് ഈസ് കൺസിഡേർഡ് ആസ് ഗോൾഡൻ സ്ലം. എന്താണ്? എല്ലാ 4 ഗ്രാൻഡ് സ്ലം കിരീടങ്ങളും അതിന്റെ ഒപ്പം ഒളിമ്പിക്സ് ഗോൾഡും കൂടെ കിട്ടുമ്പോഴാണ് അതിനെ ഗോൾഡൻ സ്ലം ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നൊവാക് ജോക്കോവിച്ച് എന്താണ്? 5th പ്ലെയർ ടു ഡു സോ. ഇത് നേടിയ 5ാമത്തെ പ്ലെയർ ആണ്. ഇദ്ദേഹത്തിന് മുമ്പ് ആർക്കൊക്കെ കിട്ടി? ആരാണ്? സ്പെയിൻകാരനായിട്ടുള്ള റാഫേൽ നദാൽ, അമേരിക്കക്കാരിയായിട്ടുള്ള സെറീന വില്യംസ്, അമേരിക്കക്കാരിയായിട്ടുള്ള എന്താണ്? ആൻഡ്രി അഗസി, പിന്നെന്താണ്? ജർമ്മനിയുടെ സ്റ്റെഫി ഗ്രാഫ്. ഇവർക്കാണ് ഇദ്ദേഹത്തിന് മുന്നേ ഗോൾഡൻ സ്ലം കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ ഗോൾഡൻ സ്ലം കിട്ടിയ 5ാമത്തെ വ്യക്തിയാണ്, ഓർത്തു വെച്ചേക്കാം. അതുപോലെ നമ്മൾ പറഞ്ഞു യുഎസ് ഓപ്പൺ 2023 കിട്ടിയത് ആർക്കാണ്? നൊവാക് ജോക്കോവിച്ചിനാണ്. 24 കിട്ടിയത് ജാനിക് സിന്നറിനാണ് അല്ലെ? അത് തന്നെയല്ലേ ഇവിടെ നോക്കേ, 2023 നമ്മുടെ നൊവാക് ജോക്കോവിച്ചിനാണ് കിട്ടിയത്. ഓക്കെ, അപ്പൊ എന്താണ്? യുഎസ് ഓപ്പൺ 2023 കിട്ടിയത് ആർക്കാണ്? നൊവാക് ജോക്കോവിച്ചിനാണ്. അദ്ദേഹത്തിന് അതേ വർഷത്തെ സിൻസിനാറ്റി ഓപ്പൺ ചാമ്പ്യൻഷിപ്പും കിട്ടിയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജാനിക് സിന്നറിന് ഇപ്പോഴത്തെ എന്ത് കിട്ടി? യുഎസ് ഓപ്പൺ കിട്ടി. അതുപോലെ സിൻസിനാറ്റി ഓപ്പൺ ചാമ്പ്യൻഷിപ്പും കിട്ടി. രണ്ടും ഒരേ കണക്കില്ലേ? 2023 സിൻസിനാറ്റി കിട്ടിയതും എന്താണ്? യുഎസ് ഓപ്പൺ കിട്ടിയതും ഒരേ ആൾക്ക് തന്നെയാണ്, നൊവാക്കിനാണ്. എന്നാൽ 2024 യുഎസ് ഓപ്പണും സിൻസിനാറ്റി ഓപ്പണും കിട്ടിയത് ആർക്കാണ്? അത് നമ്മുടെ ജാനിക് സിന്നറിനാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ വുമൻസിന്റെ കാര്യത്തിലും
US ഓപ്പൺ 2024 കിട്ടിയത് നമുക്കറിയാം ആര്യാന സബലങ്കയ്ക്കാണ്. ഇപ്പം നമ്മുടെ സിൻസിനാറ്റി ഓപ്പണും 2024 ആർക്ക് തന്നെ കിട്ടി? ആര്യാന സബലങ്കയ്ക്ക് കിട്ടി. 2023 കൊക്കോ ഗൗഫിനാണ് US ഓപ്പൺ കിട്ടിയത്. സിൻസിനാറ്റി ഓപ്പണും കിട്ടിയത് ആർക്ക് തന്നെയാണ്? കൊക്കോ ഗൗഫിന് തന്നെയാണ്. ഒരേ ഓർഡറല്ലേ, അതുകൊണ്ടങ്ങ് പഠിച്ചു വെച്ചിരിക്കണം. US ഓപ്പൺ കിട്ടിയ ആൾക്ക് തന്നെയാണ് അതേ വർഷത്തെ സിൻസിനാറ്റി ഓപ്പണും കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പൊ സിൻസിനാറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സ്ഥലത്താണ്, അവിടെയാണ് നടന്നത് കേട്ടോ. അപ്പൊ വേദി എവിടെയാണ്? ലിൻഡർ ഫാമിലി ടെന്നീസ് സെന്ററിലാണ് ഈ പറയുന്ന സിൻസിനാറ്റി മത്സരം നടക്കുന്നത്. 1899 ഇത് ആരംഭിച്ചത് കേട്ടോ. 125 വർഷങ്ങൾക്ക് മുന്നേ ആരംഭിച്ച മത്സരമാണ് സിൻസിനാറ്റി ഓപ്പൺ. ഇത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് അങ്ങനെ ചോദിക്കാറില്ല, പക്ഷെ US-ന്റെ സെയിം വന്നതുകൊണ്ടാണ് നമ്മൾ സിൻസിനാറ്റിയും കൂടെ ചേർത്ത് പഠിച്ചത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. നിങ്ങൾ എന്താണ് ഒന്നുകൂടെ കേട്ട് റിവിഷൻ ചെയ്ത് പഠിക്കുക. എളുപ്പമാണ്. 2-3 പ്രാവശ്യം കേട്ടാൽ അത് ഓക്കെ ആയിക്കോളും കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.